കഞ്ഞിക്കുഴിയുടെ കാർഷിക പെരുമയ്ക്ക് മാറ്റുകൂട്ടുന്നതിന് കപ്പയും കാന്താരിയും പദ്ധതി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മലയാളിയുടെ പരമ്പരാഗത ഭക്ഷണശീലങ്ങളിൽ ഒന്നായ കപ്പയും കാന്താരിയും കഞ്ഞിക്കുഴിയിലെ 9,000-ലധികം കുടുംബങ്ങളിൽ കൃഷി ചെയ്യും. 2 കപ്പക്കൊമ്പും 5 കാന്താരിമുളക് തൈകളുമാണ് വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സ്വാഗതവും വാർഡംഗം ദീപുമോൻ നന്ദിയും പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈരഞ്ജിത്ത്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP ദിലീപ്, ജനപ്രതിനിധികളായ ഇന്ദിര, കർമ്മസേന സെക്രട്ടറി ജി ഉദയപ്പൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ SD അനില, കൃഷിവകുപ്പ് ജീവനക്കാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ഏത് പദ്ധതി വിജയിക്കുന്നതും ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കിയാൽ പോലും ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. കഞ്ഞിക്കുഴിയിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് ഏറ്റെടുക്കുന്ന ജനങ്ങളാണ് ഈ കഞ്ഞിക്കുഴികൾ. ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഏറ്റെടുക്കുന്ന ജനങ്ങളാണ് ഇവിടെ. അതും കൂടി ഇതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ധാരാളം നല്ല കർഷകർ കൂടിയുള്ള ഒരിടം കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് ഫലപ്രദമാവട്ടെ. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് പറമ്പിൽ പണിയെടുക്കാൻ വരുന്നവർക്കും പാടത്ത് കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ രാവിലെ കൊടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ആഹാരമായിരുന്നു. പറമ്പിൽ തെങ്ങൊക്കെ കിളയ്ക്കാൻ വരുന്നവർക്ക് കൊടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ആഹാരമായിരുന്നു കപ്പയും അതുപോലെ തന്നെ കാന്താരി. നന്നായിട്ട് ഉള്ളിയും ചേർത്ത് ഇടിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മുടെ നാവിൻ്റെ തുമ്പിൽ നിന്ന് ഇപ്പോഴും പോകുന്നില്ല.